നമ്മുടെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അങ്ങേക്കറിയാം. ഒരു പരിപാടിയിൽ അങ്ങും പങ്കെടുത്തതാണ്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു നേർത്ത വെളിച്ചം മലപ്പുറത്തുനിന്ന് കാണുന്നു, മുനമ്പത്തുകാർ കാണുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറയണ്ടല്ലോ. അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാൻ തയ്യാറായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തന്നെ അതിന് രാഷ്ട്രീയമായൊരു അന്തരീക്ഷം ഒരുക്കിയിരിക്കുന്നു. അവരത് മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പുമാരെ കണ്ട് ചർച്ച ചെയ്യാൻ പാണക്കാട് തങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി മുസ്ലിം ലീഗ് അത് പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം അവർ പറയുന്നു, ഫാറൂഖ് കോളേജ് അധികൃതരെയും മുസ്ലിം സംഘടനകളെയും വിളിച്ച് ഞങ്ങൾ വിഷയം ചർച്ച ചെയ്യാം എന്ന് മുസ്ലിം ലീഗ് വളരെ എന്താ പറയുക, ആശാവഹമായ, പ്രതീക്ഷാനിർഭരമായ ഒരു ചുവട് വച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാം, ഞങ്ങളതിനെ പിന്തുണയ്ക്കും എന്നും മുസ്ലിം ലീഗ് ഔദ്യോഗികമായി നമ്മുടെ സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് മാഷേ ഈ കൂടുതൽ എന്താണ് അതിനകത്തുള്ള വിവരങ്ങൾ? അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാമോ? എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? അല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്കിപ്പോൾ പാണക്കാട് തങ്ങളിലും മുസ്ലിം ലീഗിലും വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ, ഇപ്പോൾ മുനമ്പം പ്രശ്നം സത്യത്തിലൊരു ജുഡീഷ്യൽ പ്രശ്നത്തിൽ നിന്ന്, ഒരു നിയമപ്രശ്നത്തിൽ നിന്ന്, ഒരു ഭരണപ്രശ്നത്തിൽ നിന്ന്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എറർ എന്നോ ഒക്കെ വിളിക്കാവുന്ന തലത്തിൽ നിന്ന്, സബ് ജുഡീസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ നിന്ന്, ഭരണഘടനയ്ക്ക് അതീതമായ ഒരു നിയമം നിലനിൽക്കുന്നു എന്ന പ്രശ്നത്തിൽ നിന്ന് തീർത്തും സാമുദായികമായ ഒരു സംഘർഷാവസ്ഥയുടെ അന്തരീക്ഷത്തിലേക്ക് മുനമ്പം പ്രശ്നം വളർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ സമുദായ നേതാക്കളെ മുഖവിലേക്കെടുക്കണം. അതിൽ മുനമ്പത്തെ ഇഷ്യൂവിൽ നിർണായകമായ റോളുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്കും അതിൻ്റെ ബിഷപ്പുമാർക്കും, മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു സഭകളൊക്കെ തന്നെ ആ സമരത്തോടെ അനുകൂലമാണ്. ലത്തീൻ കത്തോലിക്കരാണ് എന്നതുകൊണ്ട് പാവങ്ങളായ ക്രിസ്ത്യാനികളെ അവിടുന്ന് ഇറക്കി വിടുന്നതിനെ ഒരു സഭയും അനുകൂലിക്കുകയില്ല. ഒരു സഭയും മാത്രമല്ല, ഒരു സമുദായവും അനുകൂലിക്കാൻ പാടില്ല. മനുഷ്യർക്കാർക്കും അത് അനുകൂലിക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് ഈ പ്രശ്നത്തെ അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി ഉള്ളതാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വഖഫാണ്. വഖഫ് തീർത്തും ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ബോഡിയാണ്, ഭരണ സംവിധാനമാണ്, ഒരു വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ വഖഫ് സമം മുസ്ലിം എന്ന് വരും. മുനമ്പത്തെ സ്പെഷ്യൽ കേസ് ആണെങ്കിൽ അതിൽ പ്രതിസ്ഥാനത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ആദിമ രേഖയിൽ വരുന്ന ഒരാൾ സിദ്ദിഖ് സേട്ടാണ്. എറണാകുളത്തെ കച്ച്മേമൻ സേട്ട് സിദ്ദിഖ് സേട്ടാണ്. അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി ഉണ്ട്. സിദ്ദിഖ് സേട്ട് സംഭാവന ചെയ്ത് ഫറൂഖ് കോളേജിനാണ്. ഫറൂഖ് കോളേജ് ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മാനേജ്മെന്റ് കോളേജാണ്. ഇപ്പോഴും നന്നായി നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോഴും അതിൻ്റെ മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ അതിലെ വേരുകൾ, പ്രശ്നത്തിന്റെ അടിത്തറ അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഒരു മുസ്ലിം ഇസ്ലാമിക ചിത്രം അതിന്റെ പ്രതിസ്ഥാനത്തുള്ളവർക്കുണ്ട്. ഇപ്പുറത്താണെങ്കിൽ അതിന്റെ ഇരകളായി തീരുന്നവരിൽ മുസ്ലിങ്ങൾ കുറവാണ്. മുനമ്പത്തെ കേസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ മുനമ്പത്തെ കേസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഇരകളാകുന്നത് മുസ്ലിം സമുദായം. തീർച്ചയായിട്ടും അതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. മുനമ്പം പ്രശ്നം മാത്രം എടുക്കുമ്പോൾ അവിടുത്തെ 614 കുടുംബങ്ങളാണെന്ന്. അപ്പോൾ 600-ലേറെ കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷവും ലത്തീൻ കത്തോലിക്കരാണ്. പിന്നെ ഉള്ളത് ആണെങ്കിൽ മത്സ്യബന്ധനം നടത്തുന്ന ധീവര ഹിന്ദുക്കളാണ്, ധീവര സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളാണ്. അപ്പോൾ ഭൂരിപക്ഷം ലത്തീൻ കത്തോലിക്കരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ സങ്കടം നോക്കാൻ അവരുടെ സഭയാണ് ഉണ്ടാവുക. അത് ക്രിസ്തീയ സഭയാണ് എന്നതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് അതവർ പറയുന്നതിൽ പ്രത്യേകിച്ച് ആ പ്രശ്നം ലത്തീൻ കത്തോലിക്ക സഭയുടെ ആരാധ്യരായ ബിഷപ്പുമാർ ഉന്നയിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ സമുദായത്തിന് വേണ്ടിയുള്ള സേവനമാണ്. പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനവും ചേർന്നതാണ് മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്, അവരുടെ സഭാ പ്രവർത്തനം. അതിനെ നമ്മുടെ ഗവൺമെന്റോ ആരെങ്കിലും ഒക്കെ വർഗീയവൽക്കരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ
ഇതിൽ വർഗീയതയുടെ എലമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട് ചിലരെങ്കിലും. അത് ഞാൻ അത് വോട്ടിന് വേണ്ടിയിട്ടാണ് ആവാം. പക്ഷേ വോട്ടിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പരിധി വിട്ടാൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല അത് സാമുദായികമായി തീരും. സംഘർഷം ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ സമാധാനത്തെ ബാധിക്കും. ഏത് സമുദായത്തെയാലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുടം തുറന്നു വിടുന്ന ഭൂതമാണ് വർഗീയത. സൂക്ഷിക്കേണ്ടതാണത്. അപ്പോൾ ഇത് അപ്പുറത്ത് ഇങ്ങനെ ഒരു സൗകര്യമുള്ളതുകൊണ്ട് തീർത്തും യാദൃച്ഛികമായി. യഥാർത്ഥത്തിൽ ഇതിനെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ ഏറ്റവും വലിയ റോൾ എടുക്കേണ്ടത് സമുദായ നേതാക്കളാണ്. ഇപ്പുറത്ത് ബിഷപ്പുമാരെ പ്രകോപിപ്പിക്കുന്ന നിലപാട് ആരെടുത്താലും അവർ മറുപടി പറയാൻ പോകും, ഞങ്ങളെന്താ ലോഹ വലിച്ചെറിയണം എന്നൊക്കെ ചോദിക്കുന്ന മട്ടിലേക്ക് നമ്മുടെ പാതിരിമാരെ ഇല്ലായിരുന്നു, സംഭവിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഭരണകൂടത്തിന്റെ, എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ചില പ്രതികരണങ്ങളാണ് അതിന് കാരണമാക്കിയത്. ആ സമയത്ത് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള മുസ്ലിം നേതാവ് തീർച്ചയായിട്ടും പാണക്കാട് തങ്ങളാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, രാഷ്ട്രീയമായും സാമുദായികമായും. തീർച്ചയായിട്ടും. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുൻകൈ എടുത്ത് വന്നിട്ട് ബിഷപ്പുമാരോട് മറയില്ലാതെ നേരിട്ട് സംസാരിക്കുന്നു. അതൊരു നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും ഇടനിലക്കാരൊന്നും വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് ബിഷപ്പുമാരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ മുനമ്പത്തെ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളെ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല, അങ്ങനെ അജണ്ടയില്ല എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നു, സമസ്ത പ്രഖ്യാപിക്കുന്നു. പാണക്കാട് തങ്ങൾ ആ തീരുമാനം ഫാറൂഖ് കോളേജിൻ്റെ തീരുമാനം കൂടിയാണ്. ഫാറൂഖ് കോളേജും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ചേർന്നു, അവരും പറഞ്ഞിട്ടില്ല, അവരെ ഇറക്കി വിടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതൊന്ന് റെഗുലറൈസ് ചെയ്യാൻ, ലീഗലൈസ് ചെയ്യാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ മൊത്തം മുസ്ലിം സമുദായം പന്ത് ഗവൺമെന്റിന്റെ കോർട്ടിലേക്ക് വരണം. ഗവൺമെന്റിന് റോൾ ഉണ്ട്, അതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഇതിലിപ്പോൾ സമുദായം, അതായത് പക്ഷേ ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്താം ആ കാര്യം. ഇതിൽ നിന്ന് മുതലെടുക്കാതെ, ഇതിനെ വർഗീയമായ ഒരു ചേരിതിരിവിന് വിടാതെ നിഷ്പക്ഷമായി, ന്യായമായി, നീതിയുക്തമായി പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഡിമാൻഡ്. എല്ലാവരും അതാണ് പറയേണ്ടതും. അപ്പോൾ പാണക്കാട് തങ്ങൾ ചെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതുവികാരം ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരാൾ പോലും അച്ചോ, ഞങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാവട്ടെ ആരാവട്ടെ, അവരെ മനുഷ്യരാണ്, അവരെ സാധാരണക്കാർ. അവിടെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഞാൻ അറിഞ്ഞത് അവിടെ മുസ്ലിം കുടുംബങ്ങൾ കുറവാണ് ഈ കൂട്ടത്തിൽ, ഒരു കുടുംബം മറ്റേ ഉള്ളൂ. പക്ഷേ ഇനി അവിടെ കൂടുതൽ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ? ഇതിലും ഈ വിഷയം അതുപോലെ നിൽക്കൂലേ? ഇനി മറ്റൊരു സമുദായക്കാരോ മറ്റേത് സമുദായക്കാരായാലും ഇത് അവിടെ ഉള്ളത്, അവിടെ കുടിയേറി പാർത്തിരിക്കുന്നത്, അത് കാശ് കൊടുത്താണോ, വാങ്ങിയതാണോ, ദാനം കിട്ടിയതാണോ, ഇനി അതല്ല അന്യാധീനപ്പെട്ട് പടന്ന ഭൂമിയിൽ കിടപ്പാടമില്ലാത്ത പാവങ്ങൾ പോയി അതാത് ദിവസത്തെ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് ചെറിയ ചെറ്റക്കുടിൽ വെച്ച് താമസിച്ചതാണോ പണ്ട്, നമുക്കറിഞ്ഞൂടാ. അത് അന്വേഷിച്ചു പോകേണ്ട കാലമല്ല ഇത്. കാരണം പുറകോട്ട് നടക്കുക പരിഹാരമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. മുന്നോട്ട് പോകാനുള്ള വഴി എന്താണ്? ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുത്തനും അവരെ ഇറക്കി വിടണമെന്ന് പറയില്ല. ഈ അച്ഛൻ, ഈ പാതിരിമാർ, ഈ ബിഷപ്പുമാർ അത് അവിടുത്തെ പാവങ്ങളായ ക്രിസ്ത്യാനികളെയും ബോധ്യപ്പെടുത്തിയാൽ ആദ്യത്തെ പ്രശ്നം തീരും. എന്ത്? കമ്മ്യൂണലായിട്ടുള്ള ക്ലാഷ്, സമുദായങ്ങൾ തമ്മിലുള്ള ക്ലാഷ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം മാഷിൻ്റെ പിന്നെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ പോലും മാഷിൻ്റെ പ്രസംഗം വളരെ വൈറലായിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇപ്പം ഹിന്ദു ഐക്യവേദിക്കുള്ളിലെ ഒരു ചർച്ച, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യാൻ ഇറങ്ങേണ്ടി വരുമോ? തീർച്ചയായിട്ടും നമ്മളൊരു ഇഷ്യൂ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറയുന്ന മനുഷ്യന്റെ, കാരണം ഈ ഇത്രയും 40,000-ഓളം കേസുകൾ അതിന്റെ പേരിൽ, 40,000-ത്തിലധികം കേസുകൾ നിലനിൽക്കുകയാണ്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല വാസ്തവത്തിൽ. ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് മുസ്ലിം സംഘടനകളാണ്. അവരാരും മിണ്ടുന്നില്ല, വാതുറക്കുന്നില്ല വഖഫിനെതിരായിട്ട്. വഖഫ് ഒരു പൊതുവായ ശല്യം ആയി മാറിയിരിക്കുകയാണ്. അത് സത്യത്തിൽ വ്യാപകമായി എടുക്കുമ്പോൾ, ഇന്ത്യയിൽ ഒട്ടാകെ എടുക്കുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് അതൊരു ഇഷ്യൂ ആണ്. അതിന് പരിഹാരം എന്താണ്? പരിഹാരത്തിലെ ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്ത സ്ട്രക്ചറുള്ള, ഘടനയുള്ള ഗവൺമെൻറ് ഏജൻസികൾ വേണമോ വേണ്ടയോ എന്നതാണ്. ഇനി ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ വീക്ഷണപ്രകാരം വിലയിരുത്താവുന്നതേ ഉള്ളൂ. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്.
ഒരിക്കൽ ദാനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി ഒരിക്കൽ ദൈവത്തിന് ദാനം ചെയ്താൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്. എന്താ എൻ്റെ അർത്ഥം? ആ സ്വത്ത് ദൈവത്തിന് പ്രീതിയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളതാണ്. പാവങ്ങളായ കിടപ്പാടമില്ലാത്ത മനുഷ്യർക്ക് ദൈവം ഇരുമാറ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ദൈവദോഷാവുക? അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന മട്ടിൽ ഫ്ലെക്സിബിളായിട്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തണം. ആരും ദൈവത്തിനെതിരല്ല, ഒരു വിശ്വാസത്തിനും എതിരല്ല, മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒന്നും നമ്മളെ എതിരല്ലല്ലോ. അപ്പോൾ ഇതിൽ പക്ഷേ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ കമൻറ്റ്, മുസ്ലിം ലീഗിന് ഈ പ്രശ്നം തീർക്കേണ്ടത് ഗവൺമെൻറ്റാണ്, സമ്മതിച്ചു. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ഏജൻസിയാണ് വഖഫ് ബോർഡ്. പക്ഷേ ആ കാര്യത്തിൽ ഗവൺമെൻറ് തീർക്കട്ടെ, ഗവൺമെൻറ് എന്ന് പറയാൻ മറ്റാർക്ക് സാധിച്ചാലും മുസ്ലിം ലീഗിന് സാധിക്കില്ല. കാരണം കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ ഒരു അവസ്ഥ വെച്ച് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഉള്ളപ്പോഴും വഖഫ് ബോർഡിൻ്റെ ഘടനയിൽ എന്നും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ അവർ പറയട്ടെ, 10 പേരുള്ള വഖഫ് ബോർഡിൽ എപ്പോഴും എന്നും 6-7 പേര് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് എടുത്ത ശരിയും തെറ്റുമായ എല്ലാ തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന് വലിയ റോളുണ്ട്. അതുകൊണ്ട് ലീഗ് സത്യത്തിൽ ഈ പ്രശ്നം ഇത്രയേറെ സങ്കീർണമാക്കിയതിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുന്നു. നല്ല കാര്യം, നല്ല മാതൃക, നല്ല പ്രതിക്രിയ. ഇത് ഒന്നാമത്തെ ഘട്ടം കമ്മ്യൂണലായി തീർന്ന ഇതിനെ മാനവികമാക്കി തീർക്കുന്നു, മാനുഷിക പ്രശ്നമാക്കി തീർക്കുന്നു. നല്ലത്. നമ്പർ 1 നമ്മളത് പാണക്കാട് തങ്ങൾക്ക് സല്യൂട്ട് കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി എടുക്കണം. എന്താണത്? ഈ ക്ലെയിം ഉന്നയിച്ചതാരാണ്? വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡിനെ ഭരിക്കുന്നതാരാണ്? മുസ്ലിം ലീഗാണ്. അഡ്വക്കേറ്റ് MK സക്കീർ എന്ന് പറയുന്ന ഒരു CPM അനുഭാവിയുടെ ചെയർമാനായിരിക്കുന്നു. ശമ്പളം വാങ്ങി തിന്നുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിനകത്ത് റോളില്ല. ഭൂരിപക്ഷം നോക്കും എപ്പോഴും. മാത്രമല്ല ഗുരുതരമായ തീരുമാനങ്ങൾ, ഇപ്പോൾ ഈ മുനമ്പം ഇഷ്യൂ ഉൾപ്പെടെയുള്ള കേസിൽ ഗുരുതരമായ തീരുമാനങ്ങൾ എടുത്തത് TK ഹംസ ചെയർമാനായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇതിനു മുമ്പ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരുന്നു. അദ്ദേഹം മുനമ്പം ഇഷ്യൂവിൽ പറഞ്ഞത് ഞങ്ങളുടെ കാലത്തല്ല, എൻ്റെ കാലത്തല്ല, TK ഹംസയുടെ കാലത്താണ് തെറ്റായ തീരുമാനമെടുത്തത്. TK ഹംസ ചെയർമാനായിരിക്കുമ്പോഴും മുനവർ അലി ശിഹാബ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരിക്കുമ്പോഴും സാക്ഷാൽ ഉമർ അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരിക്കുമ്പോഴും ഒക്കെ ആരാണ് വഖഫ് ബോർഡ് ഭരിക്കുന്നത്? മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ധാർമ്മികമായ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള അവസരമാണ് ഈ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ബാധ്യത അത് അവസരോചിതമായി ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കാണണം. പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഈ നീക്കത്തിന് അതിന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകുന്ന പിന്തുണയ്ക്ക് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന ഈ റൈറ്റായിട്ടുള്ള ട്രാക്കിന് കേരളം പിന്തുണ കൊടുക്കണം. തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് അവർ ചെയ്താൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ പണി തീരും. പകുതി തലവേദന അവസാനം തീരും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം, ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും.